ഹലോ എവരി വൺ, കരിയർ ലൈൻ കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. RBI ഗ്രേഡ് ബി നോട്ടിഫിക്കേഷൻസ് റിലീസായിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഫുൾ വീഡിയോ കാണുക. ഇതുപോലുള്ള ജോബ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഗ്രേഡ് ബി പോസ്റ്റുകളിലേക്കാണ്. വേക്കൻസീസ് വന്നിട്ടുള്ളത് ടോട്ടൽ 120 വേക്കൻസീസ് ആണ്. ജനറൽ കേഡറിലേക്ക് 83 വേക്കൻസീസ്, DEPR 17 വേക്കൻസീസ്, അതുപോലെ DSIMലേക്ക് 20 വേക്കൻസീസ്, അങ്ങനെ ടോട്ടൽ 120 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 120 വേക്കൻസീസിൽ 51 ജനറൽ ആണ്, EWS 10, OBC 24, SC 21 ആൻഡ് ST 14 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. റിസർവേഷൻസ് ലഭിക്കുന്നതിന് കൃത്യമായ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഡേറ്റ് സെപ്റ്റംബർ 10 ആണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ ലൈവ് ആണ്. ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 30 ആണ്. 30ക്കാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ജനറൽ ആണെങ്കിൽ ഫേസ് 1, ഫേസ് 2 രണ്ട് എക്സാമിനേഷനാണ് വരുന്നത്. ഒക്ടോബർ 18 അതുപോലെ ഡിസംബർ 6 ആണ് എക്സാമിനേഷൻ ഡേറ്റ്സ് വരുന്നത്. ഫേസ് 2-നകത്ത് പേപ്പർ 1, 2 ആൻഡ് 3 ആണ് വരിക. DEPR ആണെങ്കിൽ ഫേസ് 1 പേപ്പർ 1 ആൻഡ് 2 ഓൺലൈൻ എക്സാമിനേഷനാണ് ഒക്ടോബർ 19. ഫേസ് 2-നകത്ത് പേപ്പർ 1 ആൻഡ് 2 റിട്ടേൺ എക്സാമിനേഷനാണ് ഡിസംബർ 7. ആൻഡ് DSMൻ്റെ കേസിൽ ഫേസ് 1 പേപ്പർ 1 ഓൺലൈൻ എക്സാമിനേഷൻ ഒക്ടോബർ 19, ഫേസ് 2 പേപ്പർ 2 ആൻഡ് 3 ഓൺലൈൻ ഓർ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. ഡിസംബർ 7 ആണ് ഡേറ്റ് വരുന്നത്. ആൻഡ് ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ആൻഡ് മാക്സിമം ഏജ് റിലാക്സേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SC STക്കും PWDക്കൊക്കെ ഏജ് റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജനറൽ കേഡർ ആണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഗ്രാജുവേഷനുള്ളവർക്ക് വേണമെങ്കിലും ഏത് ഡിഗ്രിക്കാർക്ക് വേണമെങ്കിലും അപ്ലൈ ആവുന്നതാണ്. ആൻഡ് DEPRലേക്കാണെങ്കിൽ MA or MSc ഇൻ എക്കണോമിക്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, അപ്ലൈഡ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ് പോലുള്ള കോഴ്സിൽ ഏതിലെങ്കിലും MA or MSc ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് MA or MSc ഇൻ ഫിനാൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ദെൻ DSIMലാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 55% മിനിമമുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. ആൻഡ് ഇൻ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിറ്റിക്സ് ഓർ മാത്തമാറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, ഇൻഫോമെട്രിക്സ് ഇതിലേതെങ്കിലും മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് പോലെയുള്ള കോഴ്സുകളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ആവുന്നതാണ്. 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും 60% മാർക്കുള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ്. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് SC ST PWDക്ക് 100 റുപ്പീസാണ് വരുന്നത്. ആൻഡ് OBC EWS ജനറലുകാർക്ക് 850 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ www.rbi.org.in ആണ് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും. ആവശ്യക്കാർക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 30, 2025 ആണ്. ആൻഡ് 6 മണിക്ക് മുന്നേ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാം. ഓക്കെ, പേ സ്കെയിൽ വരുന്നത് 78,450 മുതലാണ് പേ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് പേ എന്ന് പറയുന്നത് 78,450 രൂപയാണ് വരുന്നത്. ആൻഡ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് ഫേസ് 1 ജനറൽ എക്സാമിനേഷൻ സെൻറ്റർ കേരളയിൽ കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഇതൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് വരുന്നത്. ഫേസ് 2 ആണെങ്കിൽ കേരളത്തിൽ 2 എക്സാമിനേഷൻ സെൻറ്ററാണുള്ളത്, എറണാകുളവും തിരുവനന്തപുരം. ആൻഡ് DEPRും DSIMും ഫേസ് 1 ആണെങ്കിലും 2 ആണെങ്കിലും 2 എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ് കേരളത്തിൽ വരുന്നത്, എറണാകുളവും തിരുവനന്തപുരം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റിയുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, എല്ലാ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ എത്രയും വേഗം തന്നെ എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.